കോഴിക്കോട് പൂനൂർ പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇന്നുള്ളത്. മഴ കുറവുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടില്ല. ഞാൻ നിൽക്കുന്നത് കക്കോടി പാലത്തിന് സമീപമാണ്. ഇത് കാണുന്നത് കക്കോടിയിൽ നിന്ന് കണ്ണാടിക്കിലേക്ക് പോകുന്ന റോഡാണ്. അതായത് പുഴയിലൂടെ ഒഴുകുന്ന അതേ രീതിയിൽ തന്നെയാണ് റോഡിലൂടെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത്. വീടുകളുടെ മുറ്റത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. ഈ ഭാഗത്ത് വീടുകളിൽ കുറച്ച് പേർ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവർ ഇന്നലെ മാറിയിരുന്നില്ല. ഇന്ന് വെള്ളിമാട് നിന്ന് ഫയർഫോഴ്സ് എത്തി ഡിങ്കി ബോട്ട് ഉപയോഗിച്ചാണ് അവരെ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. അതിൽ പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മേനെ ഉൾപ്പെടെ കസേരയിൽ കിടത്തിയാണ് വീട്ടിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് രക്ഷിച്ചു കൊണ്ടുപോയത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കക്കോടി കണ്ണടിക്കൽ മേഖലയിലുണ്ട്. ഈ പ്രദേശത്ത് മാത്രമായി 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. എല്ലാവരും ബന്ധു വീടുകളിലേക്കും ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെലവൂർ മൂഴിക്കൽ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളമുണ്ട്. ചേട്ടാ, ഇവിടുന്ന് ആളുകളൊക്കെ തന്നെ മാറിയായിരുന്നോ? എല്ലാവരും മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരാണ് ഇപ്പം ബോട്ടിൽ മാറ്റിയത്. അതായത് എല്ലാ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം ഉണ്ടാവുന്നതാണ്. ഇപ്പം ആ ഭാഗത്തൊക്കെ വെള്ളം കുറഞ്ഞെന്ന് പറയുന്നുണ്ട്, മറ്റേ കുന്നമംഗലം ഭാഗം. പക്ഷേ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഇന്നലെ രാത്രിക്ക് ശേഷം ഇപ്പോൾ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഏതായാലും മഴ കുറയുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി, കാരണം ഈ കക്കോടി കണ്ണാടിക്കൽ ഭാഗം എന്ന് പറയുന്നത് ഈ പൂനൂർ പുഴ കോരപ്പുഴയോട് ചേരുന്ന ഭാഗമാണ്. ഈ വെള്ളം ഒഴുകി അറബിക്കടലിലേക്ക് പൂർണ്ണമായും പോകണമെങ്കിൽ മാത്രമേ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഏതായാലും കുന്നമംഗലം ഭാഗത്തൊക്കെ തന്നെ പതുക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും എല്ലാ വർഷവും തന്നെ ഈ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ ഇപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലത്തെ രാവിലത്തെ അതേ സ്ഥിതി തന്നെയാണ് കക്കോടി ഈ മേഖലയിലൊക്കെ തന്നെ ഉള്ളത്. ഏതായാലും ഇവിടെയുള്ള എല്ലാ വീട്ടുകാരെയും ഇപ്പോൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ആളുകളെ മുഴുവൻ ഇവിടെ നിന്ന് വീടുകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്.